വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മ അച്ചാറിടുന്ന പരിപാടിയാണ്. ശാലുവിന് മാത്രമല്ല, സംഗി വരുമ്പോൾ അവക്കും കൂടെ കൊണ്ടുപോകാനെന്നും പറഞ്ഞ് കൂടുതലായിട്ട് ഇടുന്നുണ്ട്. ഈ ഒരു മാങ്ങ അരിഞ്ഞു വെക്കുന്ന സമയത്ത് ഉപ്പും പുരട്ടിയൊന്ന് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കുറേ നാളിങ്ങനെ കേടുകൂടാതെ ഇരിക്കട്ടോ. അധികം വിനാഗിരിയും കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അവിടെ കൊണ്ടുപോയി ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, ഫ്രിഡ്ജിലൊന്നും വെക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പുറത്ത് വെക്കണമല്ലോ. അതുകൊണ്ട് അധികം നാൾ ചീത്തയാവത്തൊന്നുമില്ല. എടുക്കുന്തോറും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യട്ടോ. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ കിടന്നു. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കോളിംഗ് ബെൽ അടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഞെട്ടി കേട്ടോ. കതവ് തുറക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ഒരു ആലോചനയായിരുന്നു. സംഗി വരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അവൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ചടങ്ങിൻ്റെ അന്ന് രാവിലെ ഞാനങ്ങ് എത്തുമെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ 2 ദിവസം മുന്നേ എത്തുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വല്ലാത്തൊരു ഞെട്ടലിലായിരുന്നു. കുറേ നേരം ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവൾ വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് അവളും കിടന്നു. പിന്നെ ഞങ്ങളും അതിൻ്റെ പിറകെ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി കിടന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.